TV വെക്കുകയാണ് പതിവ് അല്ലേ? ന്യൂസ് വെക്കാനാണ് പതിവ്. ന്യൂസ് വെക്കുമ്പോൾ നമ്മൾ അതില് പല റിപ്പോർട്ടർമാര് പല രീതിയിൽ സംസാരിക്കും. പക്ഷേ എല്ലാ ചാനൽസിലെ പല ഈ ന്യൂസ് റീഡേഴ്സ് പല രീതിയിൽ സംസാരിക്കും. പക്ഷെ എല്ലാ ചാനൽസിലെ ന്യൂസ് റിപ്പോർട്ടർ ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവര് ഡെയിലി ലൈഫിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു റിപ്പോർട്ട് ഒരു ചാനലിൽ വരികയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ടർ ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ചെട്ടിയാൻകിട GVHSSന്റെ മുന്നിലാണ്. വളരെ മികച്ച ഒരു ജനക്കൂട്ടമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ആളുകളുടെ ആരവം എനിക്ക് ചെവി വളരെ സഹിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ ആരവമുണ്ട്. മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കൊല്ലം ഷാഫിയുടെയും ഷാമിന്റെയും മഹേഷ് കുഞ്ഞുമന്റെയും മികച്ച രീതിയിലുള്ള പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് പരിപാടി എന്താ? നമസ്കാരം, എന്താണ് പേര്? ആളുകൾക്ക് നോക്കി ഉച്ചത്തിൽ പറയും, എന്താണ് പേര്? മുഹമ്മദ് സിയാദ്. എന്താണ് പേര്? മുഹമ്മദ് സിയ. മുഹമ്മദ് സിയാദാണ് എന്റെ മുന്നിലിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഇത്രയും നേരം നിങ്ങൾ ഈ പരിപാടി വീക്ഷിക്കുകയായിരുന്നല്ലോ, ആനന്ദചിത്തനായി ഡാൻസ് കളിക്കുകയായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഈ പരിപാടി? സൂപ്പറായിരുന്നു. കുഴപ്പമില്ല, സൂപ്പറായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയാണല്ലോ. സാർ നമസ്കാരം. എന്തൊക്കെയുണ്ട്? ആ മോനെ കണ്ടപ്പോൾ തന്നെ എന്നെ മനസ്സിലേക്ക് ലഡു കൂട്ടിയിരിക്കണം. ചേട്ടൻ എന്തൊക്കെയുണ്ട്? ഞാൻ രാവിലെ തന്നെ ചേട്ടനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. പക്ഷേ ചേട്ടൻ ഫോണില്ല. എന്തുകൊണ്ട്? ഫോണുമില്ല, കാറുമില്ല, ഒന്നുമില്ല, വീട് പോലും ഇല്ല, ഒന്നുമില്ലാതെയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ കണ്ടിട്ട് ഫോണിൽ സംസാരിക്കാണ്. ചെവിയിൽ ഇങ്ങനെ ഒരു വിരൽ വെച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഊർജം? രാവിലെ എന്താണ് കഴിച്ചത്? രാവിലെ ദോശയാണ് കഴിച്ചത്. അദ്ദേഹത്തിന്റെ ഊർജം കാണുമ്പോൾ, ഈ കണ്ണു വെച്ച സുഹൃത്തിനെ കാണുമ്പോൾ തന്നെ ഊർജമാണല്ലേ, അല്ലേ ചേച്ചി? ആ ചേച്ചിനെ കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു മനസ്സിലൊരു ഉന്മേഷമുണ്ട്. രാവിലെ തന്നെ ഉന്മേഷം. ആ ഉന്മേഷത്തിന് കാരണം ആ ചേട്ടന്റെ ദോശയല്ല. ചേച്ചി എന്താണ് രാവിലെ കഴിച്ചത്? ചേച്ചി ആണ് കഴിച്ചത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ മജീഷ്യൻ മുതുകാടാണ്. മജീഷ്യൻ മുതുകാടിനെ വളരെ നല്ല കരഘോഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക്